ഹലോ ലേണേഴ്സ്, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IMFിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ആക്ടിവിറ്റീസ് ഓഫ് IMF, റിസോഴ്സസ് ഓഫ് IMF ആൻഡ് ഇറ്റ്സ് കീ പബ്ലിക്കേഷൻസ്. IMF ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 189 അംഗരാജ്യങ്ങളാണ് IMFിനുള്ളത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് USA വാഷിംഗ്ടൺ DC സ്ഥിതി ചെയ്യുന്നത്. 1945 ഡിസംബർ 27 US ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് IMF രൂപീകൃതമായത്. IMFിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ടു ഫോസ്റ്റർ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ, സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ്, പ്രൊമോട്ട് ഹൈ എംപ്ലോയ്മെന്റ്, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റെഡ്യൂസ് പോവർട്ടി അറൌണ്ട് ദ വേൾഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങളുടെ ഇടയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് IMF ഫോം ചെയ്തത്. IMF രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകി. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം രൂപീകരിക്കാനും ഇന്റർനാഷണൽ ട്രേഡിനെ മെച്ചപ്പെടുത്താനും IMF ശ്രമിക്കുന്നു. അതോടൊപ്പം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും സുസ്ഥിര വികസനം നടപ്പിലാക്കാനും IMF നിലകൊള്ളുന്നു. ഈ നടപടികളിലൂടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതും IMFിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. IMFിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് സർവൈലൻസ്. IMF ഓവർസീസ് ദ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസ്. IMF ഇന്റർനാഷണൽ പോളിസി സിസ്റ്റത്തിൻ്റെയും അംഗരാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ പോളിസികളെയും എപ്പോഴും നിരീക്ഷിക്കുന്നു. അതോടൊപ്പം കടം കൊടുക്കുക എന്നുള്ളതും IMFിൻ്റെ പ്രധാന ആക്ടിവിറ്റിയാണ്. Capacity development. IMF works with governments around the world to modernize their economic policies and help countries strengthen their economy, improve growth and create jobs. IMF വിവിധ രാജ്യങ്ങളുടെ അവരുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുവാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാനും സഹായിക്കുന്നു. Resources of IMF. Most resources of IMF loan are provided by member countries through their quotas. Quota subscriptions are the central component of IMF financial resources. അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി IMF കടം നൽകാറുണ്ട്. ഇതിനുള്ള പണം കണ്ടെത്തുന്നത് അംഗരാജ്യങ്ങൾക്ക് IMF നിശ്ചയിച്ച കോട്ടയിലൂടെയാണ്. അടുത്തതായി IMFിൻ്റെ ചില പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, ഫിസ്ക്കൽ മോണിറ്റർ. കഴിഞ്ഞ ഒരു വർഷത്തിലെ UGC നെറ്റിൻ്റെ ചോദ്യമായിരുന്നു IMFിലെ പബ്ലിക്കേഷൻസ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്